പാഡിൽ വർക്ക്, പാഡിൽ വീൽ ഓർ സ്റ്റിയറിംഗ് വർക്ക്. ഫസ്റ്റ് നമ്മൾ പി ഡി വി വർക്ക് പഠിച്ചു അല്ലേ? പി ഡി വി വർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ്, ഒരു 4 ടൈപ്സ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? പി ഡി വി ഒരു 4 ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പി ഡി വി ഒരു 4 ടൈപ്സ്. കോൺസ്റ്റൻറ്റ് പ്രഷർ, പിന്നെന്താ? കോൺസ്റ്റൻറ്റ് വോളിയം, പിന്നെ പി വി ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്, അതിൻ്റെ പഠിച്ചു. പിന്നെ അടുത്ത പി വി ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ് പഠിച്ചു. അതിനുശേഷം പിന്നെ ഇലക്ട്രിക് വർക്ക് പഠിച്ചു. പിന്നെ അതിനുശേഷം ഷാഫ്റ്റ് വർക്ക് പഠിച്ചു. ഇത്രയല്ലേ പഠിച്ച് നിർത്തിയത്? ആണോ? ഇനി അടുത്തതാണ് പാഡിൽ വർക്ക്. പാഡിൽ വർക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ വരച്ച് വെക്കണം. വരയ്ക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഇതിനകത്ത് നമ്മളൊരു എന്താ ചെയ്തു വെച്ചേക്കുന്നത്? ഒരു വെസലിനകത്ത് നമ്മളൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ആ ഫ്ലൂയിഡിനകത്തോടൊരു പാഡിൽ വീല്, അതായത് സ്റ്റിർ ചെയ്യാൻ വേണ്ടി ഒരു വീലാണ്. ഓക്കെ, ഇതാണ് പാഡിൽ വീല്. ഈ പാഡിൽ വീല് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഒരു പാഡിൽ വീൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആ പാഡിൽ വീല് നമ്മളൊരു വെയിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വെയിറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഈ വെയിറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഈ വെയിറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? വെയിറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? താഴോട്ട് മൂവ് ചെയ്യുമല്ലോ എന്തായാലും. ആണോ? ആണോ? വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുമല്ലോ. എന്തായാലും താഴോട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ താഴോട്ട് മൂവ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഈ വീല് റൊട്ടേറ്റ് ചെയ്യത്തില്ലേ? ഈ വീല് റൊട്ടേറ്റ് ചെയ്യും. ആ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള ഫ്ലൂയിഡ് സ്റ്റിർ ചെയ്യും. ആണോ? ഫ്ലൂയിഡ് സ്റ്റിയറിംഗ് മോഷൻ ഉണ്ടാകത്തില്ലേ? ആണോ? അപ്പം നമ്മുടെ പാഡിൽ വീലിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലൊരു വർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സിസ്റ്റത്തിലൊരു വർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റിയറിംഗ് മോഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടൈപ്പ് വർക്കിനെ പറയുന്നവരാണ് പാഡിൽ വീൽ വർക്ക് എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ പാഡിൽ
വീൽ വർക്ക് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വർക്ക് എന്ന് പറയും. അതായത് ഒരു വെസൽ അതിനകത്തൊരു ഫ്ലൂയിഡ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനകത്ത് ഒരു പാഡിൽ വീല് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. പാഡിൽ വീല് നമ്മൾ കണക്ട് ചെയ്തൊരു വെയിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റിൻ്റെ ലോവറിങ് മോഷൻ അല്ലെങ്കിൽ ലൈറ്റ് മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്ന ആ മോഷൻ മൂലം നമ്മുടെ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന പാഡിൽ വീൽ റൊട്ടേഷൻ മൂലം നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റിയറിംഗ് മോഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത് സ്റ്റിയറിംഗ് വർക്ക് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് വർക്കിനെ പറയുന്ന പേരാണ് പാഡിൽ വീൽ വർക്ക് ഓർ സ്റ്റിയറിംഗ് വർക്ക് എന്ന് പറയാം. മനസ്സിലായോ? ഇതിനകത്ത് ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, ഇതിനകത്തൊരു വെസലുണ്ട്. ആ വെസലിനകത്ത് നമ്മളൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഫ്ലൂയിഡിനകത്തൊരു പാഡിൽ വീല് വെച്ചിരിക്കുന്നു. ഇതാണ് പാഡിൽ വീല്, കണ്ടോ? ഒരു പാഡിൽ വീലാണ്. ജസ്റ്റ് റൊട്ടേറ്റ് സ്റ്റിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു സിസ്റ്റം. എന്നിട്ട് അതിനെ ഞാനാണെങ്കിൽ ഒരു വെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്തൊക്കെ ഇവിടെ. ഈ വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നു. വെയിറ്റിൻ്റെ ഗ്രാവിറ്റി എഫക്റ്റ് മൂലം അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് മൂലം നമ്മൾ വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നു. വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുമ്പം നമ്മുടെ ഈ പാഡിൽ വീല് സംഭവിക്കും. പാഡിൽ വീലിന് ഒരു റൊട്ടേഷൻ മോഷൻ കിട്ടുന്നു. ഈ പാഡിൽ വീലിൻ്റെ റൊട്ടേഷൻ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ സ്റ്റിയറിംഗ് മോഷനായിട്ട് കൺവേർട്ട് ആവുന്നു. അപ്പം നമ്മുടെ പാഡിൽ വീല് നമ്മുടെ ഫ്ലൂയിഡിൽ ഒരു വർക്ക് ചെയ്യുമല്ലേ ചെയ്യുന്നത്. ഫ്ലൂയിഡ് നമ്മൾ പണ്ടൊക്കെ ചെയ്യത്തില്ലായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മളതിനകത്ത് കൈ ഇട്ടിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യത്തില്ലായിരുന്നോ? ഓർമ്മ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ? പണ്ട് ചെറുപ്പത്തിൽ കുളിക്കാനൊക്കെ ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് വെക്കുമ്പോൾ നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്തില്ല. അപ്പോൾ അവിടെ എന്താണ് വാട്ടറിന് കിട്ടുന്നത്? സ്റ്റിയറിംഗ് മോഷൻ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുക്കുന്ന വർക്കിനെ പറയുന്നവരാണ് സ്റ്റിയറിംഗ് വർക്ക് അല്ലെങ്കിൽ പാഡിൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ രീതിയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് വർക്ക് അല്ലെങ്കിൽ പാഡിൽ വർക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെയിറ്റിൻ്റെ താഴോട്ടുള്ള മൂവ്മെൻറ്റ് കാരണം ആ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഫ്ലൂയിഡിന് സ്റ്റിയറിംഗ് മോഷൻ കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ പാഡിൽ വീൽ വെച്ചിട്ട് നമ്മുടെ ഫ്ലൂയിഡിലോട്ടൊരു വർക്ക് ചെയ്യുന്നതിനെ പറയുന്നവരാണ് പാഡിൽ വീൽ വർക്ക് ഓർ സ്റ്റിയറിംഗ് വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫിഗർ വരച്ചോ? ഓക്കെ. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത, നമ്മൾ എത്രമാത്രം നമ്മൾ സ്റ്റിയറിംഗ് മോഷൻ കൊടുത്താലും ഇതിനകത്ത് വോളിയം ചേഞ്ച് ചെയ്യുമോ? ഇതിനകത്തുള്ള സിസ്റ്റത്തിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുമോ? സിസ്റ്റത്തിനകത്തുള്ള വോളിയം ചേഞ്ച് ചെയ്യുമോ? കാരണം ഒരു ഫിക്സഡ് വോളിയത്തിനകത്തല്ലേ. അപ്പോൾ ഡി വി സിക്കൽ ടു സി വി സിക്കൽ ടു എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? 0. അപ്പോൾ വർക്ക് ഡൺ 1 to 2 ഈസിക്കൽ ടു ഇൻ്റഗ്രൽ 1 to 2 പി ഡി വി ഈസിക്കൽ ടു നോക്കുമ്പം എന്ത് വരും ആൻസർ? 0. പക്ഷെ ആക്ച്വലി 0 ആണോ ആൻസർ? ആക്ച്വലി ഇവിടെ വർക്ക് കൊടുക്കുന്നില്ലേ? വർക്കിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ടല്ലേ ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റിർ ചെയ്യുന്നത്. വർക്ക് അപ്പോൾ നമുക്ക് ഈ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ. ഓക്കെ, ഈ ഫോമിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് എക്സ്റ്റേണൽ വർക്ക്, അതായത് നമ്മൾ നോക്കുക, നമ്മുടെ വെയിറ്റ് എത്രമാത്രം താഴോട്ട് മൂവ് ചെയ്യുന്നോ ആ ഒരു വർക്കല്ലേ പാഡിൽ വീൽ കൊടുക്കുന്നത്. വെയിറ്റ് എത്രമാത്രം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നോ ആ ഒരു വർക്കല്ലേ പാഡിൽ വീൽ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാലാ ആണോ? വെയിറ്റ് എത്ര ഡിസ്റ്റൻസ് താഴോട്ട് മൂവ് ചെയ്യുന്നോ ആ വർക്കാണോ പാഡിൽ വീലിന് കിട്ടുന്ന വർക്ക്? ആണോ അല്ലേ? വെയിറ്റ് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യുന്നു. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യുമ്പോൾ എത്ര വർക്ക് വെയിറ്റിൻ്റെ വർക്ക് എത്ര ആണോ ആ വർക്കിനല്ലേ പാഡിൽ വീലിന് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഈസിക്കൽ ടു ഈ വെയിറ്റ് എന്തുവാ?
വെയിറ്റ് എന്തുവായി എം ഇൻറ്റു ജി, എം ജി ഇൻറ്റു ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിരിക്കട്ടെ, ഡി സെഡ് സ്മോൾ ഡിസ്റ്റൻസ്, എം ജി ഇൻറ്റു ഡി സെഡ് എന്ന് കൊടുക്കാമല്ലോ. ഡി ഡബ്ല്യു ഇസിക്കൽ ടു വെയിറ്റ് ചെയ്യുന്ന വർക്ക്, വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്ര എം ജി ഇൻറ്റു എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്യുന്നത്, ഡി ഇസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡി ഡബ്ല്യു എന്ന് പറയുന്ന വർക്ക് ഈസിക്കൽ ടു സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഈസിക്കൽ ടു എം ജി ഇൻറ്റു, എം ജി എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദി ദിസ് ബ്ലോക്ക്, വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക് ഇൻറ്റു സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ഇങ്ങനെ എഴുതാവോ ഡി ഡബ്ല്യു ഇങ്ങനെ എഴുതാവോ? ഡി ഡബ്ല്യു ഇങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റുമല്ലോ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്ത് വെയിറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വർക്ക്, അത്രമാത്രം വർക്ക് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അവിടുത്തെ വെയിറ്റ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ള എടുക്കുന്നത്. ഇവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇല്ലേ, ആ സംഭവം തന്നെ. അവിടെ ഫോഴ്സിന് പകരം എന്താ ഉപയോഗിക്കേണ്ടത്, വെയിറ്റ് ഉപയോഗിക്കണം. ഡിസ്റ്റൻസ് പകരം അവിടെ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എടുക്കുക, ഡി സെഡ് എടുക്കുക. അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു എം ജി ഇൻറ്റു ഡി സെഡ് എന്ന് എഴുതിയിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഡി ഡബ്ല്യു ഇസിക്കൽ ടു എം ജി ഇൻറ്റു ഡി സെഡ് എഴുതിയത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എം ജി ഇൻറ്റു ഡി സെഡ് എഴുതിയത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഉണ്ടോ? ഹലോ, കേൾക്കുന്നില്ല? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റിൻ്റെ താഴോട്ടുള്ള ഡൗൺവേർഡ് മോഷൻ കൊണ്ട് നമ്മുടെ ഈ പാഡിൽ വീലിൻ്റെ ഷാഫ്റ്റിൻ്റെ എന്ത് മോഷനാണ് കിട്ടുന്നത്? എന്ത് മോഷനാണ് കിട്ടുന്നത്? പാഡിൽ വീലിൻ്റെ ഷാഫ്റ്റിന് എന്ത് മോഷനാണ് കിട്ടുന്നത്? ഇവിടെ ഒന്ന് പിള്ളേരെ എന്ത് മോഷനാണ് കിട്ടുന്നത്? റൊട്ടേറ്ററി മോഷൻ. റൊട്ടേഷൻ മോഷൻ ആകുമ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം അവിടെ റൊട്ടേഷൻ മോഷൻ നമ്മൾ ടോർക്ക് ടി ആന്നിരിക്കട്ടെ, സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി തീറ്റ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യുന്ന പാഡിൽ വീലിൻ്റെ ഷാഫ്റ്റിനകത്ത് കിട്ടുന്ന വർക്ക് എത്രയും നമുക്ക് എഴുതാൻ പറ്റും? ഡി ഡബ്ല്യു ഇസിക്കൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഷാഫ്റ്റ് വർക്കിൻ്റെ ഫോർമുല എന്തുവാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഷാഫ്റ്റ് വർക്കിൻ്റെ ഫോർമുല എന്താണ്? ഡി ഡബ്ല്യു എന്ന് പറയുന്ന സ്മോൾ ഷാഫ്റ്റ് വർക്കിൻ്റെ ഫോർമുല എന്താണ്? ടോർക്ക് ടി ആണ്. അവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഷാഫ്റ്റ് വർക്ക് ഡി തീറ്റ ആണല്ലോ. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവ തമ്മിൽ ഈക്വലായിരിക്കും. കാരണം എന്താ? ഇവ തമ്മിൽ ഈക്വലാവാൻ കാരണം എന്താ? ടോട്ടൽ വർക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. അതെ, കാരണം നമ്മുടെ വെയിറ്റിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് പാഡിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റിന് എത്രമാത്രം വർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ആ വർക്കാണ് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ഡി ഡബ്ല്യു ഈസിക്കൽ ടു എം ജി ഇൻറ്റു ഡി ഇസഡ് അല്ലെങ്കിൽ ടി ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റുമോ? ഒറ്റ ലൈനിൽ എഴുതാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ഒരാളിന് ഡി ഡബ്ല്യു ഇസിക്കൽ ടു എന്തുകൊണ്ടാണ് എം ജി ഇൻറ്റു ഡി ഇസഡ് ഇസിക്കൽ ടു ടി ഡി തീറ്റ എന്ന് എഴുതുന്നത് മനസ്സിലാകത്തില്ല. സിമ്പിൾ കണ്ടിന്യൂറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ശ്രദ്ധിച്ചിരുന്നവർക്ക് സിമ്പിളായിട്ട് മനസ്സിലായി കാണും. ഡി ഡബ്ല്യു ഇസിക്കൽ ടു എം ജി ഡി ഇസഡ് ഇസിക്കൽ ടു ടി ഡി തീറ്റ എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഷാഫ്റ്റ് വർക്ക് കേട്ടവർക്ക് മനസ്സിലായി കാണും. അല്ലാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സിമ്പിളാണ്, പക്ഷേ ആ കണക്ഷൻ കിട്ടത്തില്ല. കണക്ഷൻ മുറിഞ്ഞു പോകും. ഇതെന്താണ് പെട്ടെന്ന് എവിടുന്നോ എടുത്ത് എഴുതി വെച്ചേക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ട് ഫുള്ള് കണക്റ്റഡാണ് വരുന്നത്. അപ്പോൾ കണക്ഷൻ വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് എവിടെയോ പുതിയതായിട്ട് കൊണ്ട് എഴുതി വെച്ചാന്നൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ പുതിയതായിട്ട് കൊണ്ട് എഴുതി വെക്കുന്നതെന്നല്ല, ഓരോ ഫോമിൽ ഞാൻ എഴുതുന്നതും
തൊട്ട് ക്ലാസ്സിൽ മുന്നിലത്തെ ക്ലാസ്സിലായാലും തൊട്ട് മുന്നിലത്തെ ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ നിന്നായിരിക്കും ആ ഫോമുല എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡി ഡബ്ല്യു ഇസിക്കൽ ടു എം ജി ഡി ഇസഡ് ഇസിക്കൽ ടു ടി ഡി തീറ്റ ചെയ്ത് ആൾക്ക് സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം. ഇത്രയും ക്ലിയർ ആണോ? ഈ ഫോമുല ക്ലിയർ ആണ്? ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്ന വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം? ഡബ്ല്യു ഇസിക്കൽ ടു ഇൻ്റഗ്രൽ എം ജി ഡി സെഡ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ടി ഡി തീറ്റ എന്ന് എഴുതാം. ആണോ? വേണമെങ്കിൽ 1 to 2 ആണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ 1 to 2 ഇവിടെ കൊടുക്കണം, 1 to 2 ഇവിടെ കൊടുക്കണം. അപ്പോൾ W1 to 2 ഇസിക്കൽ ടു ഇൻ്റഗ്രൽ 1 to 2 എം ജി എന്നുള്ള എന്നുള്ളത് നമുക്ക് എന്ത് എടുക്കാം? വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് അല്ലേ? എം ജി എന്ന് വെച്ചാൽ വെയിറ്റ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഡബ്ല്യു ഡാഷ് എന്ന് കൊടുക്കാം കേട്ടോ. ഡബ്ല്യു ഡാഷ് ഇസിക്കൽ ടു എം ജി. ഓൾറെഡി ഒരു ഡബ്ല്യു ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഡബ്ല്യു എന്ന് തന്നെ കൊടുക്കുന്നില്ല. എം ജിക്ക് പകരം ഡബ്ല്യു കൊടുക്കുന്നു. ഡബ്ല്യു ഡി സെഡ് ഇസിക്കൽ ടു ഇൻ്റഗ്രൽ 1 to 2 ടി ഡി തീറ്റ. ഇതാണ് നമ്മുടെ പാഡിൽ വർക്കിൻ്റെ ഫോർമുല. അപ്പോൾ പാഡിൽ വർക്കിൻ്റെ ഫോർമുല എന്താണ്? പാഡിൽ വർക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡബ്ല്യു വർക്ക് ഡൺ ഫ്രം 1 to 2 ഇസിക്കൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡബ്ല്യു ഡാഷ് വെച്ചാൽ വെയിറ്റ് ആണ് കേട്ടോ. വെയിറ്റ് ഡി സെഡ് ഈസിക്കൽ ടു ഇൻ്റഗ്രൽ 1 to 2 ടി ഡി തീറ്റ. ഇതാണ് വർക്ക് ഡൺ പാഡിൽ വർക്ക് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വർക്കിൻ്റെ ഫോർമുല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡബ്ല്യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ എം ജി ഇല്ലേ, എം ജിക്ക് പാടെ ഞാനങ്ങ് എം ജി എന്ന് വെച്ചാൽ എന്തോ വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക് അല്ലേ? അതിന് ഞാൻ സത്യം പറഞ്ഞാൽ വെയിറ്റിൻ്റെ നൊട്ടേഷൻ ഡബ്ല്യു അല്ലേ, പക്ഷെ ഓൾറെഡി ഒരു ഡബ്ല്യു കിടപ്പുണ്ട്. അത് ഞാൻ പുതിയൊരു നൊട്ടേഷൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പുതിയ നൊട്ടേഷൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ചോദിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഫ്ലോ വർക്ക്. അടുത്ത ഹെഡിങ് ആണ് ഫ്ലോ വർക്ക്. ഫ്ലോ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഓപ്പൺ സിസ്റ്റത്തിലാണ് വരുന്നത്. ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ഓപ്പൺ സിസ്റ്റം? ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞു. വാട്ട് ഈസ് ഓപ്പൺ സിസ്റ്റം? എനർജി ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ നടക്കും. പക്ഷേ എന്ത് മാസ് ട്രാൻസ്ഫർ നടക്കും? അപ്പോൾ അവിടുത്തെ കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? ഓപ്പൺ സിസ്റ്റത്തിന് കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? Can you give some examples for open system? Compressor, turbine. ആണോ? കംപ്രസറിനകത്ത് നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ എയർ ഇൻലെറ്റും എയർ ഔട്ട്ലെറ്റും ഒക്കെ ഉണ്ട്. ആണോ? അപ്പോൾ അതൊക്കെ ഓപ്പൺ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിലാണ് ഫ്ലോ വർക്ക് നടക്കുന്നത്. അതായത് നമ്മളൊരു കംപ്രസർ എടുക്കുക. കംപ്രസർ എന്ന് പറയുമ്പോൾ കംപ്രസറിൻ്റെ ഫംഗ്ഷൻ എന്തുവാണ്? കംപ്രസറിൻ്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾ എയർ ഇൻലെറ്റ് കൊടുക്കുന്നു, പ്രഷർ 1 bar ആയിരിക്കും,
പക്ഷേ എയർ ഔട്ട്ലെറ്റിൽ ഇറങ്ങുന്നത് ഇവിടുത്തെ പ്രഷർ 5 ബാർ ആയിരിക്കും. കണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത് ഇവിടെ? എയർ കയറുന്നു, എയറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. ആണോ? എയറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കൺട്രോൾ വോളിയം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു പഠിപ്പിച്ചപ്പോൾ. എന്താണ് കൺട്രോൾ വോളിയം? കൺട്രോൾ വോളിയത്തിന് സിഗ്നിഫിക്കൻസ് എവിടെയാണ് വരുന്നത്? കൺട്രോൾ വോളിയത്തിന് സിഗ്നിഫിക്കൻസ് എവിടെയാണ് വരുന്നത്? കൺട്രോൾ വോളിയം എന്താണ്? എന്താണ് കൺട്രോൾ വോളിയം? ഞാൻ പഠിപ്പിച്ചതാണ് കൺട്രോൾ വോളിയം. ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കും. അപ്പോൾ അറിയാൻ വേണ്ടിയവർ ഇങ്ങനെ വായുമ്പോഴെന്നിരിക്കും. കൺട്രോൾ വോളിയം എന്താണ്? എൻ്റെ അടുത്ത് ആൻസർ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക. ഞാൻ ഈ ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതല്ല, നിങ്ങൾക്ക് കൺട്രോൾ വോളിയം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ മനസ്സിലോട്ടൊരു ആൻസർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ആൻസർ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തത്? എവിടെയാണ് എനിക്ക് പോയത്? അത് തേടി പിടിച്ച് റെക്ടിഫൈ ചെയ്ത് കൂടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം. ഈ സാധനം നിങ്ങൾക്ക് കടുകട്ടിയായിരിക്കും. തെർമോഡൈനാമിക്സിൽ ഇനി 1-2 ക്ലാസ്സിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലത്തിലോട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ടേംസ് പറയുമ്പോൾ നിങ്ങൾക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് 0 ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൺട്രോൾ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റത്തിനാണ് വരുന്നത്. ഓപ്പൺ സിസ്റ്റത്തിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വോളിയത്തിനകത്തൂടെ കടന്നു പോകുന്ന മാസിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുമ്പം മാസ് എപ്പോഴും വരുന്നു പോകുന്നു. പക്ഷെ അത് കടന്നു പോകുന്നത് ഒരു പ്രത്യേക വോളിയത്തിൽ കൂടെ മാത്രമാണ്. അപ്പോൾ ആ വോളിയത്തിൽ വരുന്ന മാസിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കൺട്രോൾ വോളിയം എന്ന് പറയുമ്പോഴത്തേന് ഇതാണ് കൺട്രോൾ വോളിയം. ഇതിനകത്തൊരു ഉണ്ടോ? ഇതാണ് കൺട്രോൾ വോളിയം. ഈ കൺട്രോൾ വോളിയത്തിനകത്ത് വരുന്ന എയറിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വർക്ക് കൊടുക്കുന്നത്. എയറിനകത്തോട്ട് വർക്ക് കൊടുക്കുമ്പോൾ അല്ലേ അതിൻ്റെ പ്രഷർ 1 ബാറിൽ നിന്ന് 5 ബാറായിട്ട് കൂടുന്നത്? ആണോ അല്ലേ? എയറിനകത്തോട്ട് വർക്ക് കൊടുക്കുമ്പോഴാണോ അതിൻ്റെ പ്രഷർ കൂടുന്നത്? അതോ എയർ വർക്ക് ചെയ്യുമ്പോഴാണോ? ഇത് എക്സ്റ്റേണൽ വർക്ക് കൊടുക്കുമ്പോഴല്ലേ അതിൻ്റെ പ്രഷർ കൂടുന്നത്? ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കുമ്പോൾ അല്ലേ എൻ്റെ പ്രഷർ കൂടുന്നത്? അതെ. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻസ് ഒന്നും പഠിക്കണ്ട. ഇവിടെ നമ്മൾ തൽക്കാലം പറയുന്നു ഈ ഒരു ഓപ്പൺ സിസ്റ്റത്തിനാണ് ഫ്ലോ വർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്ലോ വർക്കിൻ്റെ ഫോർമുല DW പ്രഷർ ഇൻറ്റു DV തന്നെ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫ്ലോ വർക്കിൻ്റെ ഫോർമുല അവിടുത്തെ പ്രഷർ ഇൻറ്റു ആ ചേഞ്ച് ഇൻ വോളിയം എത്ര ആണോ അത്, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എത്രയാണോ അതാണ് അവിടുത്തെ ഫ്ലോ വർക്കിൻ്റെ ഫോർമുല. ഡീറ്റെയിൽഡ് ആ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കണില്ല. ഇത്തരം കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഫ്ലോ വർക്ക് ഉണ്ടാവുന്നത് ഓപ്പൺ സിസ്റ്റത്തിലാണ്. ഓപ്പൺ സിസ്റ്റത്തിനകത്ത് കൺട്രോൾ വോളിയമാണ് നമ്മൾ എടുക്കുന്നത്. കൺട്രോൾ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലെ ഗിവൺ വോളിയമാണ്. ആ വോളിയത്തിനകത്ത് വരുന്ന എന്താ പറയുന്നത് ആ ഒരു എയർ അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആ കൺട്രോൾ വോളിയത്തിൽ പുറത്തോട്ടുള്ളത് നമ്മൾ നോക്കുന്നില്ല. ആ കൺട്രോൾ വോളിയത്തിനകത്ത് വരുന്ന സാധനത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ കംപ്രസർ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൺട്രോൾ വോളിയത്തിനകത്തോട്ട് വരുന്ന എയറിനകത്തോട്ട് നമ്മൾ വർക്ക് കൊടുക്കുമ്പോഴാണ് അവിടുത്തെ പ്രഷർ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്ലോ വർക്കിൻ്റെ ഫോർമുല DW പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. എന്തായാലും അവിടെ വർക്ക് കൊടുക്കുമ്പോൾ അവരൊരു വോളിയം ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. വോളിയം കൂടുവോ കുറയുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമല്ലോ. എക്സാമ്പിൾ കംപ്രസറിനകത്ത് വോളിയം കുറയുമായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ടർബൈനകത്ത് വോളിയം കൂടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താണോ അവിടെ നടക്കുന്ന പ്രോസസ്സ് അതനുസരിച്ച് ചേഞ്ച് ഇൻ വോളിയം എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
മനസ്സിലായെങ്കിൽ ആയെന്ന് പറയാം. കറക്റ്റ് ഹെഡിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും എനിക്കുള്ളൂ. ഫ്രീ എക്സ്പാൻഷൻ വിത്ത് സീറോ വർക്ക് ട്രാൻസ്ഫർ ഇതൊക്കെ ചോദിക്കുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒരു കാര്യം പോലും എക്സ്ട്രാ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാമിനേഷന് നിങ്ങൾക്ക് മാർഗം കിട്ടണം, പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വേണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഓരോ ഹെഡിങ്ങും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്, അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഹെഡിങ് ആണ് ഫ്രീ എക്സ്പാൻഷൻ വിത്ത് സീറോ വർക്ക് ട്രാൻസ്ഫർ. ഫ്രീ എക്സ്പാൻഷൻ വിത്ത് സീറോ വർക്ക് ട്രാൻസ്ഫർ. ഈ ഫിഗർ വരച്ചോളൂ. ഫിഗർ വരച്ച് കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. അതിനെ പറയുന്ന പേരാണ് ഫ്രീ എക്സ്പാൻഷൻ. എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? ഒരു ഗ്യാസ് വാക്യൂത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രീ എക്സ്പാൻഷൻ. അപ്പോൾ എഴുതിക്കൂ, ഇത് എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് അഗൈൻസ്റ്റ് വാക്യൂം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് against vacuum is called free expansion. അതായത് സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ കാണിച്ചിരിക്കുന്ന മാതിരി നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഗ്യാസും നമ്മുടെ വാക്യൂം കൂടെ കൂടിച്ചേരുന്നതാണ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തം കൂടെ കൂടിച്ചേരുന്നതാണ് നമ്മുടെ സിസ്റ്റം ആണല്ലോ. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ടോട്ടൽ ഗ്യാസും വാക്യൂം കൂടെ ഒരുമിച്ചാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഗ്യാസും വാക്യൂവും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അകത്തൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസും വാക്യൂവും കൂടെ വരുന്ന ടോട്ടൽ വോളിയത്തിനെ പറയുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സിസ്റ്റത്തിനെയും വാക്യൂത്തിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഫിഗറിനകത്ത് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് ഞാൻ ഈ പാർട്ടീഷൻ അങ്ങ് റിമൂവ് ചെയ്യുന്നു. പാർട്ടീഷൻ അങ്ങ് റിമൂവ് ചെയ്യുക. ഞാൻ എന്ത് സംഭവിക്കും? നിങ്ങൾ പറ. പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും?
എടാ പറയടാ, പാർട്ടീഷൻ വാക്യൂമിന്റെ സ്ഥാനം പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസും വാക്യൂവും തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് സ്ഥലത്താണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ആ പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഗ്യാസ് ഗ്യാസ് വാക്യൂത്തിലോട്ട് മൂവ് ചെയ്തിട്ട് ഫുൾ എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും വോളല്ലേ സിസ്റ്റം. നമ്മൾ ആദ്യമേ മൊത്തത്തിലല്ലേ പറഞ്ഞത്? സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗ്യാസ് പ്ലസ് വാക്യൂം അല്ലേ സിസ്റ്റം എന്ന് പറഞ്ഞത്, ആണോ? അങ്ങനെ വരുമ്പോഴത്തേന് ഗ്യാസ് ഇപ്പോൾ വാക്യൂം ഇരിക്കുന്ന സ്ഥലത്തോട്ട് എക്സ്പാൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും ടോട്ടൽ വോളിയത്തിന് വല്ല ചേഞ്ചും ഉണ്ടോ? ടോട്ടൽ വോളിയത്തിന് വല്ല ചേഞ്ചും ഉണ്ടോ? പക്ഷെ ഗ്യാസിന്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ട്. പക്ഷെ ടോട്ടൽ വോളിയത്തിനുള്ള ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഗ്യാസ് നോട്ട് ഈക്വൽ ടു 0. പക്ഷേ ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 അല്ലേ? ഗ്യാസിൻ്റെ ഇനിഷ്യൽ വോളിയം ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമുള്ളായിരുന്നു. പക്ഷെ പാർട്ടീഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് അത് വാക്യൂത്തിൻ്റെ കൂടെ ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ ചേഞ്ച് ഇൻ വോളിയം ഇനിഷ്യലി ചെറിയ വെളിവായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പം വോളിയം കൂടി. അപ്പോൾ ഇനിഷ്യൽ വോളിയം ആണ് ഫൈനൽ വോളിയം 0 ആണോ? ഇനിഷ്യൽ വോളിയം ആണ് ഫൈനൽ വോളിയം 0 ആണോ? ഇനിഷ്യൽ വോളിയം മൈനസ് ഫൈനൽ വോളിയം 0 ആണോ? അല്ല. പക്ഷേ നമ്മൾ സിസ്റ്റം മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം പ്ലസ് വാക്യൂം എന്ന് പറയുന്ന ടോട്ടൽ വോളിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് എക്സ്പാൻഷൻ നടന്നതിന് ശേഷം നോക്കുവാണെങ്കിലും ടോട്ടൽ വോളിയം ഓഫ് ദ സിസ്റ്റം എന്താണ്? 0 തന്നെയാണ്. ടോട്ടൽ വോളിയം ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഡി വി ചേഞ്ച് ഇൻ വോളിയം ഡി വി ഇസിക്കൽ ടു 0 ആണ്. ആണോ? അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൂടെ? ഫ്രീ എക്സ്പാൻഷൻ 0 വർക്ക് ട്രാൻസ്ഫർ ആണ്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് അഗൻസ്റ്റ് വാക്യൂം എന്ന് പറയുന്നതാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേന്. ഇവിടെ നമ്മൾ ഈ പാർട്ടീഷൻ എടുത്ത് പാർട്ടീഷൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് നമ്മളൊരു വർക്ക് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കൈകൊണ്ട് റിമൂവ് ചെയ്യുന്നുണ്ട്, കൈകൊണ്ട് റിമൂവ് ചെയ്യുന്നൊരു വർക്ക് ഉണ്ടല്ലോ. ആ വർക്ക് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് വോളിയത്തിൽ വാക്യൂമിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിന് ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ ടോട്ടൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്നത് 0 വർക്ക് ട്രാൻസ്ഫറിലാണ് ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്നത്. അതായത് എഫക്റ്റീവ്ലി നമ്മൾ മൊത്തം സിസ്റ്റം നോക്കുമ്പോഴത്തേനും അവിടെ വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നില്ല, പക്ഷേ അവിടെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്നത് 0 വർക്ക് ട്രാൻസ്ഫറിലാണ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇത് ചോദിക്കും പരീക്ഷയ്ക്ക്. വാട്ട് ഈസ് ഫ്രീ എക്സ്പാൻഷൻ? എക്സ്പ്ലെയിൻ എന്നും ചോദിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേസ് എടുക്കാൻ പോവാണ്. അതായത് ഞാൻ ഈ ഒരു മൊത്തത്തിലൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്യാസ് മാത്രം ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഈ ഗ്യാസ് മാത്രം ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇത് മാത്രം ഒരു സിസ്റ്റം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഫ്രീ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ലേ? സത്യം പറഞ്ഞാൽ ഗ്യാസ് മാത്രം ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ലേ? ഗ്യാസ് മാത്രം ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്നു. അവിടെ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവിടെ നമ്മൾ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവും. പക്ഷെ നിങ്ങളത് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് നമ്മൾ പാർട്ടീഷൻ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഗ്യാസ് എല്ലാം കൊണ്ട് ഇടിച്ച് തെള്ളി പെട്ടെന്ന് വാക്യൂത്തിലൂടെ റഷ് ചെയ്യപ്പെടുന്നു. ആണോ? അപ്പോൾ ഇനിഷ്യലി 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിനുശേഷം പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എന്തുമായിരിക്കും? അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കുമോ?
പാർട്ടീഷൻ റിമൂവ് ചെയ്തിട്ടുള്ള കുറച്ച് സമയം. കാരണം എന്താണ്, ഗ്യാസ് ഭയങ്കര ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പക്ഷേ ഗ്യാസിനകത്ത് ഫുള്ള് വോളിയം ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഇനിഷ്യലി 1 എന്ന് പറയുന്ന സ്റ്റേറ്റാണ് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ പാർട്ടീഷൻ എടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇത് മൊത്തം അങ്ങ് ഒക്യുപ്പൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ വോളിയം നമ്മുടെ ഗ്യാസും ഫുൾ വോളിയം ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്. ആ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് ചിലപ്പോൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്, 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ ഇൻ ബിറ്റ്വീനുള്ള സ്റ്റേറ്റുകളൊന്നും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല. അപ്പോൾ ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണോ? അല്ല, ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അല്ല. ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വർക്ക് ഈസിക്കൽ ടു എന്താണ് നമ്മുടെ ഫോർമുല 1 to 2 PdV യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആവണം. ഇതിനെ എങ്ങനെ നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? നമ്മൾ വാട്ട് ഈസ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എങ്ങനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അച്ചീവ് ചെയ്ത് എങ്ങനെയായിരുന്നു? നമ്മൾക്ക് നേരത്തെ പറഞ്ഞ സമയത്ത് ഒറ്റയടിക്ക് ഒരു മാസ് വെച്ചു. ഒറ്റയടിക്ക് ഒരു മാസം എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. അവിടെ ഈ സിസ്റ്റം പാസ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്സ് ഇക്വിലിബ്രിയം ഇതൊക്കെ ഞാനിപ്പോൾ കണക്ട് ചെയ്ത് പഴയത് പറയുക. ഇപ്പോൾ പഴയ കാര്യം ഓർമ്മയില്ലാത്തവർക്കും അറിയാൻ വയ്യാത്തവർക്കും ഇത് മനസ്സിലാവത്തില്ല. അതാണിപ്പം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് പറഞ്ഞ സമയത്ത് മനസ്സിലായവർക്ക് ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് പറഞ്ഞത് നമ്മൾ അതിൻ്റെ പിസ്റ്റണുണ്ട്, പിസ്റ്റൻ്റെ പുറത്തൊരു മാസ് വെക്കുന്നു. മാസ് ഒറ്റയടിക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ ഡയറക്റ്റ് മോളിൽ വന്ന് ഇടിക്കുന്നു. അപ്പോൾ അവിടെ സഡൻ മൂവ്മെൻറ്റ് ഓഫ് ഗ്യാസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അത് കടന്നു പോകുന്ന പ്രോസസ്സ് ഒന്നും എന്തായിരിക്കത്തില്ല, കടന്നു പോകുന്ന പ്രോസസ്സ് സ്റ്റേറ്റ്സ് ഒന്നും എന്തായിരിക്കത്തില്ല, ഈക്വിലിബ്രിയം ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഈക്വിലിബ്രിയം ആക്കാൻ പറ്റും. എങ്ങനെ പറ്റും? ഈ മാസ് ഒറ്റയടിക്ക് മാറ്റുന്നതിന് പകരം മാസിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കുറേ മാസമായിട്ട് വെക്കുക. ചെറിയ മാസമായിട്ട് വെച്ചിട്ട് അറ്റ് എ ടൈം ഒരു മാസം മാറ്റുന്നു. അതിനുശേഷം അതിന് ഇക്വിലിബ്രിയത്തിൽ വരാനുള്ള സമയം കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്ത മാസം എടുത്ത് മാറ്റുന്നു. ദെൻ എഗെയിൻ അതിന് ഇക്വിലിബ്രിയത്തിൽ വരാനുള്ള സമയം കൊടുക്കുന്നു. ദെൻ എഗെയിൻ അടുത്ത മാസം എടുത്ത് മാറ്റുന്നു. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിനകത്ത് ഓരോ സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആണോ? പറ്റുമോ? അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രീ എക്സ്പാൻഷൻ ക്വാസി സ്റ്റാറ്റിക് ആക്കണം എന്നുണ്ടെങ്കിൽ കുറേ പാർട്ടീഷൻ കൊടുക്കുക. ഇവിടെ എല്ലാം പാർട്ടീഷൻ കൊടുക്കുക. കണ്ടോ? ലാർജ് നമ്പർ ഓഫ് പാർട്ടീഷൻസ് കൊടുക്കുന്നു. എന്നിട്ട് അറ്റ് എ ടൈം ആദ്യത്തെ പാർട്ടീഷൻ എടുക്കുക. അപ്പോൾ ഗ്യാസ് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഇക്വിലിബ്രിയത്തിൽ വരാനുള്ള സമയം കൊടുക്കുന്നു. എന്നിട്ട് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അടുത്ത പാർട്ടീഷൻ എടുത്ത് മാറ്റുന്നു. ഇതെല്ലാം പാർട്ടീഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് മാസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഒരുപാട് പാർട്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ആദ്യത്തെ പാർട്ടീഷൻ മാറ്റുന്നു. നമ്മൾ ഗ്യാസ് എക്സ്പാൻഡിനുള്ള സമയം കൊടുക്കുന്നു. സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരാനുള്ള സമയം കൊടുക്കുന്നു. എഗെയിൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എത്തിയതിന് ശേഷം നെക്സ്റ്റ് പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഇക്വിലിബ്രിയത്തിനുള്ള സമയം കൊടുക്കുന്നു. ആ രീതിയിൽ നമ്മളൊരു ഫ്രീ എക്സ്പാൻഷൻ പ്രൊസീഡ് ചെയ്യാൻ അനുവദിച്ചാൽ ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണ്, നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് ഈ ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്ത് വർക്ക് ഡൺ ഈക്വൽ ടു 1 to 2 PdV യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ഈ പറഞ്ഞത്? അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് ആണെങ്കിൽ മാത്രമേ ഞാൻ കഴിഞ്ഞ ക്വാസി സ്റ്റാറ്റിക് ക്വാസി സ്റ്റാറ്റിക് ആണെങ്കിൽ മാത്രമേ 1 to 2 നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഫിക്സഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വാസി സ്റ്റാറ്റിക് അല്ലെന്നുണ്ടെങ്കിൽ 1 to 2 നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? ക്വാസി സ്റ്റാറ്റിക് അല്ലെങ്കിൽ നമ്മൾ 1 to 2 എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? എങ്ങനെയാ?
ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രീ